എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് സക്കറിയ പ്രവാചകൻ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്ന ഏതാനും വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. മനോഹരമായിട്ടുള്ള വചനങ്ങളാണ്. ഇവിടെ സ്നാപക യോഹന്നാന്റെ പിതാവായിട്ടുള്ള സക്കറിയ പ്രവാചകൻ ഇപ്രകാരം ഉദ്ഘോഷിക്കുകയാണ്: നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് വഴിയൊരുക്കാൻ അവിടത്തെ മുമ്പേ നീ പോകും. ഇതെന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ തുടരുകയാണ്. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ്. പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് നൽകാൻ, ഈശോയ്ക്ക് വഴിയൊരുക്കാനായിട്ട് സ്നാപക യോഹന്നാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് സക്കറിയ പ്രവാചകൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെ കുറിച്ചുള്ള അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം അറിയാത്ത ഒരുപാട് പേര് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സക്കറിയ പ്രവാചകൻ പറയുന്നത് പോലെ യേശുക്രിസ്തു വഴിയുള്ള ഒരു രക്ഷ. അതെങ്ങനെയാണ്? പാപമോചനം വഴിയുള്ള യേശുക്രിസ്തുവിലൂടെയുള്ള ഒരു രക്ഷ. ഇതിനെ കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ഇന്നും ആളുകളുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ രക്ഷ യേശുക്രിസ്തുവിലൂടെ സാധ്യമായതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. സ്നാപക യോഹന്നാന്റെ ലക്ഷ്യമായിരുന്ന ആ ഒരു രക്ഷയെ കുറിച്ചുള്ള സത്വാർത്ത അറിയിക്കല്, അതിനുവേണ്ടി ജനങ്ങളെ വിളിക്കല്, അത് തന്നെ നമ്മുടെ മുമ്പിലും ഇന്ന് വെക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമ്മളോടും പറയുകയാണ്, നിങ്ങൾക്കുള്ള രക്ഷ ഇവിടെ റെഡിയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരികെ വരണം. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ രക്ഷ പ്രാപിക്കും. വളരെ ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു വരുന്നത്. അങ്ങനെ പാപമോചനം വഴിയായിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ആ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.